യങ്ങായിട്ടുള്ളവർ അതുപോലെ എപ്പോഴും നൈറ്റി എടുക്കാത്തവർ ചിലർ ഒരു വർഷത്തിൽ 3-4 നൈറ്റിയെ എടുക്കാറുള്ളൂ. അത് കുറച്ച് റേറ്റ് ആയാലും വേണ്ടിയില്ല, ഉള്ളത് നല്ല ക്വാളിറ്റി ഉണ്ടായാൽ മതി. പെട്ടെന്ന് കളറ് പോവാഞ്ഞാൽ മതി, ചുരുങ്ങിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ കുഴഞ്ഞ് കിടക്കണം, ബലം പിടിച്ച് കിടക്കരുത്. കോട്ടൻ്റെത് വേണ്ട, സിസ് കോട്ടൻ്റെത് മതി, കുറച്ചും കൂടെ ഒന്ന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ മതി. അങ്ങനെയൊക്കെ പറയുന്നവർക്കുള്ള മെറ്റീരിയലാണ് ആൽഫൈൻ മെറ്റീരിയൽ. ഇതിന് നല്ല റേറ്റാണ്. ഷോപ്പുകളിലൊക്കെ 600-700 അങ്ങനെയൊക്കെ ആ റേഞ്ചിൽ ഇതിന് നൈറ്റി അടിച്ചതിന് റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും എടുക്കാറില്ല, കാരണം ഞങ്ങളെ ഭാഗത്ത് കൂടുതലും എൻ്റെ കസ്റ്റമേഴ്സ് കൂടുതലും യൂസ് ചെയ്യുന്നത് അജ്രക് മെറ്റീരിയലാണ്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ നാട്ടിലെല്ലാവരും മാക്സി താത്ത എന്ന് വിളിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ അജ്രക് താത്ത എന്നുള്ള വിളി തുടങ്ങിയിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ. നമ്മൾ പിന്നെ ഒന്നും തലൻ്റെ ഉള്ളിൽ കണ്ട് എടുക്കാറില്ല. പഠിച്ചവൻ നമുക്ക് 2 ചെവി തന്നിട്ടുള്ള 2 ഭാഗത്തേക്കും കൂടെ കേൾക്കാൻ മാത്രമല്ല, ആ ചെവിൻ്റെ നടുവിലൊരു പഠിച്ചവന് ഒരു തലച്ചോറും കൂടി തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് 2 ചെവിൻ്റെ നടുവിലാക്കിയിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് എല്ലാം ഈ ചെവിയിലൂടെ കേൾക്കുക, എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം ആ തലച്ചോറിൽ ഇട്ടിട്ട് ആവശ്യമില്ലാത്തൊക്കെ മറ്റേ ചെവി കൂടെ പുറത്തേക്ക് വിടാം. എല്ലാം പുറത്തേക്ക് വിടണ്ട. അപ്പം ഇത് നല്ല വീതി ഉണ്ടാവും, അതുപോലെ തന്നെ ചുരുങ്ങൂല. 3/4 സൈസിൻ്റെ ആൽഫൈൻ മെറ്റീരിയലാണ്. ഇത് പെട്ടെന്നൊന്നും കേടാവില്ല എന്ന് വെച്ചിട്ട് കോട്ടൺ പെട്ടെന്ന് കേടാവുന്നല്ല അതിൻ്റെ അർത്ഥം. എന്നാലും ഒന്നും കൂടെ ലോങ് ആയിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ചുരുങ്ങിയതൊരു 1.5 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഒരു ആൽഫൈനായിട്ട് അടിച്ചിട്ട്. അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല. നമ്മൾ അലക്കുന്തോറും അതിൻ്റെ കളറ് കൂടി വരികയാണ് ചെയ്യുക. അത് യൂസ് ചെയ്തവർക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവും, ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നത് വെച്ചാൽ നമ്മളത്. പക്ഷേ ചൂട് കാലത്തൊക്കെ ചിലർക്ക് അത് പറയാറുണ്ട്, ഭയങ്കര ചൂടാണെന്നൊക്കെയാണ് ഇവിടെ ഉള്ളവർ പറയാറുള്ളത്. ഇവിടെ കൂടുതലും ആവശ്യക്കാരെന്താണെന്ന് വെച്ചാൽ ആൽഫൈനാണ്. ആൽഫൈൻ്റെ ഒരു നൈറ്റ് എടുക്കണ നേരം കൊണ്ട് കോട്ടൻ്റെ 2 എണ്ണം എടുക്കുക. അപ്പോൾ 2 എണ്ണവും 2 ദിവസം ഇടാന്നുള്ള രീതിയിലുള്ള ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ആൽഫൈൻ മെറ്റീരിയൽ കുറേ ആൾക്കാർ ചോദിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ 6 പ്രാവശ്യമായി ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടിക്കാരുടെ കയ്യിലുള്ള മോഡൽസ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ കൂടുതൽ ഓർഡർ ചെയ്യുമ്പോഴാണ് അത് കിട്ടുള്ളൂ. ഇതിങ്ങനെയുള്ള പീസുകളൊക്കെ നമ്മൾ എക്സ്ട്രാ എടുക്കുമ്പോൾ ഒരു 30 പീസ് എടുക്കണം എന്നുള്ളൊരു നിബന്ധന ഉണ്ട്. എന്ന് വെച്ചാൽ ആൽഫൈൻ്റെ മോഡൽ വേറെയാണ്, വേറെ കമ്പനിയാണ് വേറെ. അപ്പോൾ ഒരു 5-6 ആളുകളൊക്കെ പറയുമ്പോൾ ഞാനത് എടുക്കാറുള്ളൂ. കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് കുറവുള്ള ഒരു ഐറ്റം കൂടിയാണിത്. ഇതിൽ 6 മോഡൽസ് ഉണ്ട്. ഇനി 3 മോഡൽസ് ഒരു ഷോപ്പിലുള്ള ആൾക്കാർ എന്നോട് ആദ്യം തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ കൂടുതൽ എടുക്കുക. അപ്പോൾ ഞാൻ മൊത്തം ഇത് 180 പീസ് എടുത്തിരുന്നു. ഇനിയിപ്പോൾ 60 പീസാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. അവർ 3 മോഡലിലായിട്ടിരുന്ന് പറഞ്ഞിരുന്നത്. 120 പീസ് 2 ഷോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിവിടെ പാക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞിട്ടുള്ള മോഡൽ എടുത്തിട്ട് ഈ 2 മോഡലെല്ലാം അവിടെ എടുത്തിരുന്നത്. ഞാനിവിടെ സ്റ്റോക്ക് വെച്ചിട്ടുള്ളത് 3 മോഡലാണ്. ആ 3 മോഡൽ വേണമെന്നുള്ളൊരു വേഗം ആദ്യം വരുന്നവർക്ക് ഞാൻ കൊടുക്കും. നിങ്ങൾ ചിലരൊക്കെ പണി എന്താണെന്നറിയാം, ഇനി നിങ്ങൾക്കുണ്ട് ഇങ്ങനത്തെ കസ്റ്റമർ അറിയില്ല. ഞാൻ വീഡിയോ ഇടുന്ന ആദ്യത്തെ ഫസ്റ്റ് മിനിറ്റ് തന്നെ പ്ലീസ് ഫോട്ടോസ് ഇട്ടരി എന്ന് പറയും. എന്നിട്ട് ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുക്കും. എന്നിട്ട് ആ ഫസ്റ്റ് മിനിറ്റ് തന്നെ ഓല അത് സെലക്ട് ചെയ്തിട്ട് ഇത് 10 എണ്ണം, ഇത് 5 എണ്ണം, ഇത് 6 എണ്ണം, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് 3 എണ്ണം 2 എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് വെക്കും. അപ്പം പാക്ക് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ പാക്ക് ചെയ്ത് വെച്ചോളി, രാവിലെ ഞാൻ പൈസ അയച്ചുതരാം, അല്ലെങ്കിൽ എൻ്റെ മോന് 10 മണി 12 മണി കഴിഞ്ഞിട്ട് വരും, എന്നിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനതെടുത്ത് വെക്കും. ചിലപ്പോൾ ആ പീസുകൾ അധികം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഒരാൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഈ മോഡൽ ഉണ്ട് എത്താന്ന് ചോദിക്കുമ്പോൾ ഞാനത് ഇല്ല, കാരണം അവർ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അഡ്രസ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ടാവും. എന്നിട്ട് രാവിലെ ഇവരിങ്ങോട്ട് വിളിക്കൂല, ഒരു വിവരം ഉണ്ടാവില്ല. ഞാൻ പോസ്റ്റ് ഓഫീസിലോ കൊറിയർ ഓഫീസിലോ പോകാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ അപ്പോൾ ഫോൺ എടുക്കൂല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് പറയും അതെനിക്ക് വേണ്ട കേട്ടോ, പൈസ ഇല്ലേന്ന്. അത് പൈസ ഉണ്ടാവുക ഇല്ല, അത് നമ്മളെ സാഹചര്യമാണ്. ഞാനടക്കം ചില ദിവസങ്ങളിൽ രാവിലെ എൻ്റെ ഗൂഗിൾ പേ നോക്കുമ്പോൾ എനിക്ക് തന്നെ എന്താ പറയുക, ഇവിടെ മക്കാമിൻ്റെ ഒക്കെ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ആ അവസ്ഥ ആവും. കാരണം 100 രൂപ തയ്ച്ചുണ്ടാവില്ല ചില ദിവസങ്ങളിൽ. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേന് തട്ടിയും തിരിഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ആർക്കും ഉള്ളതും ഇല്ലാത്ത അവസ്ഥ ആർക്കും മനസ്സിലാവും. പക്ഷെ അങ്ങനെ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടോ ഇല്ലയോ ഒക്കോ ഇല്ലയെന്ന് നോക്കാതെ വേറൊരാളുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇപ്പം ഞാനെന്നല്ല വേറൊരാളായാലും അത് ചോദിക്കണ കസ്റ്റമേഴ്സിനോട് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര പണിയുണ്ട് അറിയോ. അത് നമ്മൾ അഡ്രസ്സ് ചെയ്താനുള്ള പേനൻ്റെ മഷി പോട്ടെ, അത് അഡ്രസ്സ് എഴുതി വെക്കണമെങ്കിൽ നമ്മൾ A4 ഷീറ്റ് വേറെ വാങ്ങണം. അത് പാക്ക് ചെയ്യാനുള്ള ടാപ്പ് വാങ്ങണം, പാക്ക് ചെയ്യാനുള്ള കവർ വാങ്ങണം,
പിന്നെ ഇതിലൊക്കെ കൂടിയിട്ട് നമ്മളെ സമയം, ഇത് എഴുതി കുത്തി ഉണ്ടാക്കാനുള്ള ടൈം, പിന്നെ ഇത് പാക്ക് ചെയ്യാനുള്ള ടൈം, ആ ടൈം മറ്റൊരു ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ ടൈം, അതൊക്കെ അവിടെ വേസ്റ്റായി. അഹങ്കാരം പറയാമെന്നൊന്നും ആരും പറയരുത്. ഇങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. അതൊരു രസമാണ്. നമ്മൾ മറ്റുള്ളവർ, ഞാൻ ആരും പേഴ്സണലായിട്ട് ഉദ്ദേശിച്ച് പറയല്ല. അപ്പോൾ നിങ്ങൾക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആരുടെ സമയവും വെറുതെ കളയരുത്. നിങ്ങൾക്കത് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ചിലരിങ്ങനെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വീട്ടുകാർ ചീത്ത അറിയുണ്ടാവും, പൈസ കൊടുക്കണം മോനോ, അങ്ങനെ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കി വെച്ചതിന് ശേഷം മാത്രം വേറൊരാളോട് ഇങ്ങനെ ചോദിക്കാനും മെസ്സേജ് അയക്കാനും നിൽക്കുക. ഒരുപാടൊന്നും എടുത്ത് വെക്കേണ്ട ആരും തുടക്കത്തിൽ തന്നെ. ഇന്നിപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഒരുപാട് പീസുകൾ ഒരുമിച്ച് എടുത്ത് വെച്ച് ഇപ്പോൾ ആർക്കും പറ്റണില്ല. കാരണം ദിവസം കഴിയുന്തോറും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണിത് അല്ലേ. ഇന്നത്തെ മോഡലെല്ലാം നാളെ കാണുക, നാളത്തെ മോഡലെല്ലാം മറ്റന്നാൾ കാണുക. അപ്പം ഏത് നിന്നാലും ട്രെൻഡിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള സ്റ്റിച്ചിങ് മോഡലും കൂടി പരീക്ഷിച്ചിട്ട് ഉള്ള ആൾക്കാർ നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടത് നിങ്ങളെ ബാധ്യസ്ഥയാണ്. ആ കസ്റ്റമർ തന്നെയാണ് എപ്പോഴും കിങ്. പക്ഷേ ആ കിങ്ങിനെ സെറ്റപ്പ് ആക്കണ മന്ത്രിയായിട്ട് നമ്മൾ ബിസിനസ്സുകാർ നിർത്തണം. അപ്പം ഇൻഷാ അല്ലാ ഇതിലുള്ള ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വിളിച്ചാൽ ചിലപ്പോൾ എടുക്കൂല, ചില സമയങ്ങളിൽ ഇതുണ്ടാവില്ല. നിങ്ങൾക്കറിയാലോ ഫുൾ ടൈം ഫോണിലാന്നുള്ള ഒരിത് ആർക്കും ഉണ്ടാവും, പ്രത്യേകിച്ച് യൂട്യൂബ് ഫീൽഡിലും കൂടി വർക്ക് ചെയ്യണോണ്ട്. അപ്പോൾ ബാക്കി പണികളൊക്കെ അവിടെ എടുക്കും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി. അതിന് ഞാൻ എപ്പോഴെങ്കിലും നല്ല സമയം പോലെ ഞാൻ മറുപടി തരും. വേണ്ട ഫോട്ടോസ് അയച്ചു തരും. അതിന് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ അതുപോലെ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. ഏതൊരു കാര്യത്തിനെയും പോലെ നിങ്ങളോട് നെഗറ്റീവ് അടിച്ചിട്ട് നിങ്ങളെ ബാക്ക് അടിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ പോസിറ്റീവ് പറഞ്ഞ് നിങ്ങളെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. ആ ഒരാൾ വരട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങൾ കാത്തിരുന്ന് നിങ്ങൾ ഒരിക്കലും നടക്കലും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാ.